എല്ലാവർക്കും നമസ്കാരം. കഴിഞ്ഞ വർഷം ബിസിനസ് സ്റ്റഡീസ് ഓണപ്പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള എസ്സേകളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 3 ക്വസ്റ്റ്യൻസ് ആയിരുന്നു എസ്സേ ഭാഗത്തായിട്ട് ചോദിച്ചിരുന്നത്. അതിലേതെങ്കിലും 2 എണ്ണം എഴുതിയാൽ 8 മാർക്ക് വീതം ലഭിക്കുന്നത്. അതിൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എക്സ്പ്ലെയിൻ ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഫോർമൽ ആൻഡ് ഇൻഫോർമൽ ഓർഗനൈസിങ്ങിൻ്റെ ചാപ്റ്ററിൽ നിന്നായിരുന്നു. രണ്ടാമത് വാട്ട് ഈസ് പ്ലാനിങ് ആൻഡ് എക്സ്പ്ലെയിൻ ദ വേരിയസ് സ്റ്റെപ്സ് ഇൻ പ്ലാനിങ്ങും അതിൻ്റെ സ്റ്റെപ്സും എക്സ്പ്ലെയിൻ ചെയ്യാനുള്ളതായിരുന്നു. മൂന്നാമത്തെ ബ്രീഫ്ലി എക്സ്പ്ലെയിൻ എനി 8 മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസ് പ്രൊപ്പോസ്ഡ് ബൈ ദി ഫാദർ ഓഫ് മോഡേൺ മാനേജ്മെൻറ്റ്. ഹെൻറി ഫയോളിൻ്റെ 14 പ്രിൻസിപ്പിൾസ് ഉണ്ട്. അതിൽ നിന്ന് ഇഷ്ടമുള്ള 8 എണ്ണം എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതാനാണ് ലാസ്റ്റ് എസ്സേ ആയിട്ട് വന്നിരുന്നത്. ഈ 3 ക്വസ്റ്റ്യനിൽ നിന്ന് 2 എണ്ണം അറ്റംപ്റ്റ് ചെയ്താൽ മതി. അപ്പോൾ ഇതിൻ്റെ ആൻസേഴ്സ് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എക്സ്പ്ലെയിൻ ദി ഡിഫറൻസ് ബിറ്റ്വീൻ ഫോർമൽ ആൻഡ് ഇൻഫോർമൽ ഓർഗനൈസേഷൻ. അപ്പോൾ അതിൻ്റെ ഡിഫറൻസ് 5th ചാപ്റ്റർ ഓർഗനൈസിങ് എന്ന ചാപ്റ്ററിൽ തന്നിട്ടുണ്ട്. നിങ്ങളിതൊരു എസ്സേ ആവുമ്പോൾ അതിൻ്റെ ഒരു ജസ്റ്റ് ഒരു ഫോർമൽ ഓർഗനൈസേഷൻ എന്താണെന്നും ഇൻഫോർമൽ ഓർഗനൈസേഷൻ എന്താണെന്നും ഒരു എക്സ്പ്ലനേഷൻ ചെറുതായിട്ട് കൊടുത്തിട്ട് വേണം നിങ്ങളതിൻ്റെ ഡിഫറൻസ് എഴുതാൻ വേണ്ടി. ഡിഫറൻസ് എഴുതുമ്പോൾ ഏറ്റവും നല്ലത് കോളം വരച്ച് എഴുതുന്നതാണ്. അതാകുമ്പോൾ പെട്ടെന്ന് നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാനും സാധിക്കും. ഡിഫറൻസ് ബിറ്റ്വീൻ ഫോർമൽ ആൻഡ് ഇൻഫോർമൽ ഓർഗനൈസേഷൻ. ഫസ്റ്റ് ബേസിസ് എന്ന് പറയുന്നത് ഫോർമേഷനാണ്. ഒരു ഫോർമൽ ഓർഗനൈസേഷൻ ഫോം ചെയ്യുന്നത് തന്നെ കറക്റ്റ് പ്ലാനിങ്ങിലോട് കൂടിയായിരിക്കും. ഒരു ഓർഗനൈസേഷനിൽ ഒരു ഫോർമൽ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് കറക്റ്റ് പ്ലാനിങ്ങിലൂടെ ഒരു ഒബ്ജക്റ്റീവ് നേടാൻ വേണ്ടി ക്രിയേറ്റ് ചെയ്യുന്നതാണ് ഫോർമൽ ഓർഗനൈസേഷൻ. എന്നാൽ ഇൻഫോർമൽ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് പെട്ടെന്നൊരു ഫ്രണ്ട്ഷിപ്പ്, ഇപ്പോൾ ഫ്രണ്ട്ലി കമ്മ്യൂണിക്കേഷനിലൂടെ പെട്ടെന്നൊരു ഇൻട്രാക്ഷനിലൂടെ ഉണ്ടാവുന്ന ഒരു ഓർഗനൈസേഷൻ ആയിരിക്കും ഇൻഫോർമൽ ഓർഗനൈസേഷൻ. ഫോർമൽ ഓർഗനൈസേഷൻ്റെ പർപ്പസ് എന്ന് പറയുന്നത് ഒരു ഓർഗനൈസേഷൻ്റെ ഒബ്ജക്റ്റീവ്സ്, ലക്ഷ്യങ്ങൾ നേടുക എന്നുള്ളതായിരിക്കും. എന്നാൽ ഇൻഫോർമൽ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് പേഴ്സണലായിട്ടും സോഷ്യലായിട്ടുള്ള നീഡ്സ് ഓഫ് എംപ്ലോയീസിൻ്റെ ആഗ്രഹങ്ങൾ സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടി പെട്ടെന്നൊന്നും ഉണ്ടാക്കുന്നതായിരിക്കും ഇൻഫോർമൽ ഓർഗനൈസേഷൻ. തേർഡ് വൺ ആണ് അതോറിറ്റി. അറൈസസ് ബൈ വെർച്യൂ ഓഫ് പൊസിഷൻ ഇൻ ദി മാനേജ്മെൻറ്റിൻ്റെ പൊസിഷനിലൂടെ ഉണ്ടാവുന്ന രൂപം കൊള്ളുന്നതാണ് ഫോർമൽ ഓർഗനൈസേഷൻ. എന്നാൽ ഇൻഫോർമൽ ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പേഴ്സണൽ ക്വാളിറ്റീസ്, അവരുടെ ഇൻട്രാക്ഷനിലൂടെ ഉണ്ടാകുന്നതാണ് ഇൻഫോർമൽ ഓർഗനൈസേഷൻ. ഫോർത്ത് വൺ ബിഹേവിയർ. ഫോർമൽ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് ഒരു സ്ട്രക്ചേർഡാണ്. അപ്പോൾ അതിനെ എന്ത് ചെയ്യും, ഡയറക്റ്റ് ചെയ്യുന്നത് കുറേ റൂൾസുകളിലൂടെ ആയിരിക്കും ഫോർമൽ ഓർഗനൈസേഷൻ ഡയറക്റ്റ് ചെയ്യുന്നത്. എന്നാൽ ദെയർ ഈസ് നോ സെറ്റ് ഓഫ് ബിഹേവിയറൽ പാറ്റേൺ. അവിടെ ഒരു ബിഹേവിയറൽ പാറ്റേൺസ് തന്നെ ഇല്ല ഇൻഫോർമൽ ഓർഗനൈസേഷൻ. നെക്സ്റ്റ് 5ാമത്തെ നേച്ചർ. ഫോർമൽ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് റിജിഡ് ആയിരിക്കും. കറക്റ്റായിട്ടുള്ളൊരു സ്ട്രക്ചറിലൂടെ ആയിരിക്കും ഈ ഫോർമൽ ഓർഗനൈസേഷൻ്റെ സ്വഭാവം എന്ന് പറയുന്നത്. എന്നാൽ ഇൻഫോർമൽ ഓർഗനൈസേഷൻ ഫ്ലെക്സിബിളാണ്. അതായത് അതിന് ഓരോന്നിനും അനുയോജ്യമായ രീതിയിൽ പോകാൻ സാധിക്കുന്നതാണ് ഇൻഫോർമൽ ഓർഗനൈസേഷൻ. ഇനി കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ഫോർമൽ കമ്മ്യൂണിക്കേഷൻ ത്രൂ ഒഫീഷ്യൽ ലൈൻസ്. കറക്റ്റായിട്ടുള്ള ഒരു ഫോർമൽ സ്ട്രക്ചറിലൂടെ മാത്രമേ, ഒഫീഷ്യൽ ലൈൻസിലൂടെ മാത്രമേ അതിൽ കമ്മ്യൂണിക്കേഷൻ നടക്കുകയുള്ളൂ. ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ എന്ന് വെച്ചാൽ ബേസ്ഡ് ഓൺ കൺവീനിയൻസ്, അതായത് ഒരു ഫ്രണ്ട്ലി കമ്മ്യൂണിക്കേഷൻ ആയിരിക്കും ഇൻഫോർമൽ ഓർഗനൈസേഷനിൽ. 7th വൺ ഓർഗനൈസേഷണൽ ചാർട്ട്. ഇറ്റ് ഈസ് സപ്പോർട്ടഡ് ബൈ ഓർഗനൈസേഷണൽ ചാർട്ട്. അതായത് ഇപ്പോൾ നമുക്ക് ഫോർമൽ ഓർഗനൈസേഷൻ എന്ന് പറയുമ്പോൾ നമുക്കൊരു ചാർട്ട് രൂപത്തിൽ ഉണ്ടാക്കാൻ പറ്റും. പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റ്, അതിൻ്റെ അണ്ടറിൽ ആരൊക്കെ വരുന്നത്, സെയിൽസ് ഡിപ്പാർട്ട്മെൻറ്റ്, അതിൻ്റെ ഇടയിൽ ആരൊക്കെ വരുന്നത്, സൂപ്പർവൈസേഴ്സ്, അതിൻ്റെ ഇടയിൽ ആരൊക്കെ വരുന്നത്, അങ്ങനെ ഒരു കറക്റ്റ് നമുക്കൊരു ചാർട്ട് രൂപത്തിൽ വേണമെങ്കിൽ നമുക്ക് ഫോർമൽ ഓർഗനൈസേഷനെ വരച്ച് ചെയ്യാൻ സാധിക്കും. പക്ഷേ ഇൻഫോർമൽ ഓർഗനൈസേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം അതൊരു ഫ്രണ്ട്ലി കമ്മ്യൂണിക്കേഷനിലൂടെ ഉണ്ടാവുന്നതാണ്. 8ാമത്തെ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് അതോറിറ്റിയും റെസ്പോൺസിബിലിറ്റിയും ബേസ് ചെയ്തിട്ടായിരിക്കും ഫോർമൽ ഓർഗനൈസേഷനിൽ. ഇൻഫോർമൽ ഓർഗനൈസേഷനിൽ നോ സ്പെസിഫിക് റിലേഷൻഷിപ്പ്. നെക്സ്റ്റ് പോയിൻ്റ് ലീഡർഷിപ്പാണ്. മാനേജേഴ്സ് ആർ ലീഡേഴ്സ് ഇൻ ഫോർമൽ ഓർഗനൈസേഷൻ. എന്നാൽ ഇൻഫോർമൽ ഓർഗനൈസേഷനിൽ ലീഡേഴ്സ് ആർ ചൂസൺ ബൈ ദി ഗ്രൂപ്പ്. ആ ഗ്രൂപ്പിൽ തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയായിരിക്കും ലീഡറായിട്ട് വരുന്നത്. ലാസ്റ്റ് പോയിൻ്റ് സ്റ്റെബിലിറ്റി.
ഫോമൽ ഓർഗനൈസേഷൻ സ്റ്റേബിളായിട്ടായിരിക്കും അത് സാധാരണയായി കാണപ്പെടുന്നത്. ഇൻഫോമൽ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നോട്ട് ഫോർ ലോങ് ടൈം, അതായത് സ്റ്റേബിളായിട്ട് കാണപ്പെടുന്നില്ല. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വാട്ട് ഈസ് പ്ലാനിങ് ആൻഡ് സ്റ്റെപ്സ് ഇൻ പ്ലാനിങ്. സ്റ്റെപ്സ് അതായത് പ്ലാനിങ്ങിൻ്റെ പ്രോസസ്സ് ഏതൊക്കെയാണെന്നുള്ളതാണ്. അതിൻ്റെ ആൻസർ ഇവിടെ നൽകാം. 7 സ്റ്റെപ്സാണ് പ്ലാനിങ്ങിനുള്ളത്. സെറ്റിംഗ് ഓഫ് ഒബ്ജക്റ്റീവ്സ്, ഡെവലപ്പിംഗ് പ്ലാനിങ് പ്രെമിസസ്, ഐഡൻറ്റിഫയിങ് ഓൾട്ടർനേറ്റീവ് കോഴ്സസ് ഓഫ് ആക്ഷൻ, ഇവാലുവേറ്റിംഗ് ഓൾട്ടർനേറ്റീവ് കോഴ്സസ്, സെലക്ടിങ് ദ ബെസ്റ്റ് ഓൾട്ടർനേറ്റീവ്, ഇംപ്ലിമെൻറ്റേഷൻ ആൻഡ് ഫോളോ അപ്പ്. കറക്റ്റ് ഈ ഓർഡറിൽ തന്നെ നിങ്ങൾ എഴുതേണ്ടതാണ്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഹെൻറി ഫയോളിൻ്റെ 14 പ്രിൻസിപ്പിൾസിൽ നിന്ന് ഏതെങ്കിലും 8 എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതാനായിരുന്നു.